ശരിക കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ സുരേഷ് ഗോപിയെ കുറിച്ച് വേടൻ പറഞ്ഞതിനെ വിമർശിച്ചിരുന്നു. അപ്പോൾ അത് വലിയ രീതിയിലാണ് ശാരിക അടക്കം എന്നെ വിമർശിച്ചത്. മാത്രമല്ല നമ്മുടെ ഈ വീഡിയോന് താഴെ നിരവധി നെഗറ്റീവ് കമന്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ ഒരു നന്മ, ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് ജപ്തി ചെയ്യപ്പെട്ട ഒരു കുടുംബത്തെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. 5 ലക്ഷത്തോളം രൂപ ആ ഒരു കുടുംബത്തിന് നൽകിക്കൊണ്ട് ആ വീട്, നഷ്ടപ്പെട്ടു പോയ വീട് അദ്ദേഹം തിരികെ എടുത്തിരിക്കുകയാണ്. മുത്തൂറ്റിലായിരുന്നു ഈ വീട് പണയം വെച്ചത്. മുത്തൂറ്റ് പിന്നീട് ഈ വീട് വിൽപ്പനയ്ക്ക് വെച്ചു, അതിന്റെ ബോർഡ് വെച്ചു. റിപ്പോർട്ടർ TV വാർത്ത ചെയ്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി ഇടപെടുകയാണ് ഉണ്ടായത്. അതായത് ഓർക്കേണ്ടത്, തൃശ്ശൂർ MP ആണ് സുരേഷ് ഗോപി. തിരുവനന്തപുരവുമായി യാതൊരു ബാധ്യതയും ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഇല്ല. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. നല്ലത് ആര് ചെയ്താലും അംഗീകരിക്കണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. നാളെ വേടം ചെയ്താലും ഞാൻ അംഗീകരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ അടച്ചാക്ഷേപിക്കുന്നതിനോട് ഇപ്പോഴെങ്കിലും ഒരു എന്താ പറയാ, അതിനെ പാടില്ല, അങ്ങനെ പാടില്ല എന്ന് തോന്നുന്നു. അടച്ച് ഞാൻ ആരെ ആക്ഷേപിക്കുന്നത്? ഞാൻ ആക്ഷേപിച്ചാണ് അല്ല, ജനറലി ജനറലി പറയുമ്പോഴത്തേക്ക് ശരിയാണ്. നമ്മളൊരാളെ ഒരു സമൂഹത്തിനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. ഞാനിപ്പോൾ എൻ്റെ ചർച്ചകളിൽ പറയുമ്പോഴും ജനറലൈസ് ചെയ്ത് പറയുന്നത് തെറ്റാണെന്ന് ഞാൻ എടുത്തു പറയും. ചിലപ്പോഴൊക്കെ വികാര വിക്ഷുബ്ധതയിൽ നമ്മൾ പറയും അവരെല്ലാവരും അങ്ങനെയാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ തിരുത്താറുണ്ട്. അങ്ങനെയല്ല, ഒരു 70%, 30%, അല്ലെങ്കിൽ 50%, 60% പറയാറുണ്ട്. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കേസിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹം വളരെ അതായത് സിനിമാ ഫീൽഡിലായാലും ഏറ്റവും ഹൃദയശുദ്ധിയുള്ള, ഏറ്റവും മാനുഷിക പരിഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹത്തെ ഞാൻ കേട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ശേഷം തൃശ്ശൂർ എടുത്തു കഴിഞ്ഞപ്പോൾ കുറേ വിമർശനങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു. അതായത് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. തൃശ്ശൂരുകാരെ പറ്റിച്ചതാണ്, അല്ലെങ്കിൽ തൃശ്ശൂർ തെറ്റായി പോയി സുരേഷ് ഗോപി ജയിപ്പിച്ചത്. പക്ഷേ അത് മാറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. എത്രയോ ഫാമിലി, ഇപ്പോൾ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ അഖിൽമാരാർ പറഞ്ഞ പോലെ ദളിതരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വ്യക്തി, അങ്ങനെ ഒരു പേരും അദ്ദേഹത്തിന്. ആ സഹായിക്കുന്നത് ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞ് കേട്ടതാണ്. സുരേഷ് ഗോപിയെ നമ്മളൊരു പൈസ ചോദിച്ചോ അല്ലെങ്കിൽ എന്തൊരു സഹായം ചോദിച്ചോ ചെന്നാൽ അദ്ദേഹം ചെയ്തു തരും. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ ഡിമാൻഡ് ചെയ്യുള്ളൂ, ഇത് മാർക്കറ്റ് ചെയ്യരുത് നിങ്ങൾ, അതായത് ഇത് പരസ്യമാക്കരുത്. പരസ്യമാക്കിയാൽ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ മനുഷ്യൻ്റെ നന്മ, അദ്ദേഹം മറ്റേ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന പോലെ വലതുകരം കൊണ്ട് കൊടുക്കുന്ന ഇടതുകരം അറിയാൻ പാടില്ല എന്ന നിലപാടുകാരനാണ് അദ്ദേഹം. അതാണ് യഥാർത്ഥ ദാനം എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഇവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇത് പക്ഷേ വാർത്തയാകും സ്വാഭാവികമായിട്ടും. ഇത് അതുകൊണ്ട് വാർത്തയാകുന്നതാണ്. ഇതിലൊരു പക്ഷേ പേഴ്സണലായി അദ്ദേഹം ഇത് അറിഞ്ഞു കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴെന്ത് ചെയ്താലും കൂടുതൽ കമന്റ് വരുന്നത് നെഗറ്റീവാണ്. അതായത് ഞാൻ സംഖ്യ ആയതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോ വന്നത്, അദ്ദേഹം അനുഭവിച്ച ഒരു ജപ്തി കഥ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു സ്ഥാപനം ജപ്തി ചെയ്യാൻ വന്നതും 5 മണിക്ക് ശേഷം ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് അദ്ദേഹത്തോടക്കം പറഞ്ഞ ഒരു അനുഭവം. അപ്പം ഇങ്ങനെയുള്ള സങ്കടങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും സുരേഷ് ഗോപിക്ക് അതിൽ ഇടപെടാൻ കഴിവുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സങ്കടം തോന്നാം. പക്ഷേ ഇടപെട്ട് പരിഹരിക്കാനും കിട്ടുന്ന ഒരു അവസരം അദ്ദേഹം പാഴാക്കുന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയായിരിക്കും അല്ലേ ഇങ്ങനെ കണ്ണുമടച്ച് ഇത്തരത്തിൽ വിമർശനങ്ങൾ വരാൻ ഉണ്ടാവുന്നത് അല്ലേ? വിമർശനങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ മാറി നിൽക്കുക, എനിക്ക് സംസാരിക്കാൻ തരാം. കാരണം അദ്ദേഹം ഓൾറെഡി ദേഷ്യത്തിലാണ്. അത് മാധ്യമപ്രവർത്തനത്തിന് മുമ്പിൽ അത് ചിരിച്ചു കാണിക്കാൻ ആവശ്യമില്ല എന്ന ചിന്താഗതിക്കാരനാണ്. മറിച്ച് നമ്മളിപ്പോൾ അകത്ത് വലിയ വഴക്ക് നടന്ന് വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടന്ന് കലിപ്പിച്ച് വരുവാണെങ്കിലും പെട്ടെന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ വെളുക്കനെ ചിരിക്കുന്ന പ്രവർത്തകരെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ഞങ്ങൾ പ്രശ്നമൊന്നുമില്ല, രാഷ്ട്രീയക്കാരനാവണം. അതെ, പക്ഷെ പുള്ളി തനി രാഷ്ട്രീയക്കാരല്ല, പുള്ളി ഒരു തനി മനുഷ്യനാണ് ഇപ്പോഴും. അതുകൊണ്ടാണ് പുള്ളി എന്തെങ്കിലും മൂഡ് ഓഫ് അല്ലെങ്കിൽ മൂഡ് സ്വിങ്സിന്റെ ഭാഗമായിട്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എൻ്റെ പുറകെ വരരുത്, ഞാൻ സംസാരിക്കില്ല, നിങ്ങൾ മാറിക്കും, അതിനെ മാധ്യമപ്രവർത്തകർ ഡിഫൈൻ ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നത്, പുള്ളി കടക്ക് പുറത്തെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നതിനാണ് ചോദിക്കുക. അത് പുള്ളിയുടെ ഒരു നിഷ്കളങ്കത്വം കൊണ്ടാണെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിയുടെ ഇത്ര നന്മകൾ സുരേഷ് ഗോപിയുടേതല്ല, രാഷ്ട്രീയക്കാരല്ല, ആരെന്ത് നല്ലത് ചെയ്താൽ നമ്മൾ അംഗീകരിക്കണം. തീർച്ചയായിട്ടും അതൊരു മാതൃകയായിട്ട് നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അത് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ ചാനലിന്റെ TRP റേറ്റ് കൂട്ടാൻ വേണ്ടി വിവാദങ്ങൾ മാത്രം എടുത്ത് ചർച്ച ചെയ്യാൻ പോരാ. അതാണ് തേട ന്യൂസിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ എല്ലാ വിഷയങ്ങളും, ഇതുപോലെ നന്മയുള്ള വിഷയങ്ങളും നമ്മൾ ചർച്ചയാക്കും. തീർച്ചയായും.